അതിഥികളായ നമുക്കൊപ്പം അന്ന സെബാസ്റ്റ്യന്റെ പിതാവ് സിബി ജോസഫ്, കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ, CPM പ്രതിനിധി ഡോക്ടർ വി ശിവദാസൻ, BJP പ്രതിനിധി ജിജി ജോസഫ് എന്നിവർ. ആദ്യം അന്ന സെബാസ്റ്റ്യന്റെ പിതാവ് സിബി ജോസഫിലേക്ക്. സിബി ജോസഫ്, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ചെന്നൈയിലെ പ്രസംഗം കേട്ടുവോ? കേട്ടപ്പോൾ എന്തു തോന്നി? ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ പ്രസ്താവന കേട്ടു. അത് ഇന്നലെ മുതലേ പേപ്പറിൽ വന്നതൊക്കെ വായിക്കുകയുണ്ടായി. പക്ഷെ അത് ധനമന്ത്രി പറയുന്നത് എങ്ങനെയത് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വീടുകളിൽ ട്രെയിനിങ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി വിശദീകരിച്ച് തന്നാൽ നന്നായിരുന്നു. കാരണം ഞാൻ എൻ്റെ 2 മക്കളെയും തീർത്തും ആത്മവിശ്വാസം നൽകിയാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത്. അവർ സ്കൂളുകളിലാണെങ്കിൽ തന്നെ എല്ലാ ക്ലാസ്സിലും ഒന്നാമതായിട്ടാണ് ഇവൾ പാസ്സായത്. അപ്പോൾ ആ പഠിക്കുന്നതിനുള്ള ആത്മവിശ്വാസം എല്ലാം ഞങ്ങൾ കൊടുത്തിരുന്നു. പിന്നെ പള്ളികളിലെ ആക്ടിവിറ്റികളിലും ഞങ്ങൾക്ക് പള്ളികളിലാണെങ്കിൽ തന്നെ സൺഡേ ക്ലാസ് ഉണ്ട്. സൺഡേ ക്ലാസ്സിന് പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടുക, ദൈവിക കാര്യങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുക, അങ്ങനെ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. ആ രീതിയിലൊക്കെയാണ് ഞങ്ങളുടെ പള്ളികളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ തന്നെയാണ് ആത്മവിശ്വാസം കൊടുക്കാനായിട്ട് ഞങ്ങൾ വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മവിശ്വാസം അത് ഇനി എങ്ങനെയാണ് കൊടുക്കണേന്നുള്ളത് എനിക്കറിയത്തില്ല. ഇത്രയൊക്കെ ആത്മവിശ്വാസം കൊടുത്തിട്ടുമാണ് അവൾക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ ആ ജോലിയുടെ സ്ട്രെസ്സ് താങ്ങാൻ സാധിക്കാതെ വന്നത്. അവൾക്ക് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. ഇനി ബഹുമാനപ്പെട്ട ധനമന്ത്രി ഏത് രീതിയിലാണ് കൂടുതൽ ചെയ്യേണ്ടതെന്നും കൂടി വിശദീകരിച്ചു തന്നാൽ നന്നായിരുന്നു. സിബി ജോസഫ്, മാത്രമല്ല തൊഴിൽ മന്ത്രാലയം ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിനിടയിലാണ് സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു പ്രസ്താവന വരുന്നത്. അത് അന്വേഷണത്തിൻ്റെ ഫലത്തെ ബാധിക്കുമെന്നത് ചിലരെങ്കിലും സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ സിബി ജോസഫ്? എനിക്ക് മനസ്സിലായില്ല. അതായത് തൊഴിൽ മന്ത്രാലയം ഒരു അന്വേഷണം നടത്തുകയാണ്. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുമായി ബന്ധപ്പെട്ടും ഒരു അന്വേഷണം നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ധനമന്ത്രി പറയുന്നതിനിടയിലാണ് ഈ വീട്ടിൽ നിന്നുള്ള ട്രെയിനിങ് അത് സമ്മർദ്ദത്തിലെ ഒരുപക്ഷെ നേരിടാൻ കുട്ടികളെ പ്രാപ്തമാക്കിയിരിക്കും എന്ന് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് കോർപ്പറേറ്റ് സമ്മർദ്ദത്തെ വീട്ടിൽ നിന്ന് നല്ല ട്രെയിനിങ് കിട്ടിയാൽ നമുക്ക് അതിജീവിക്കാം എന്നതാണല്ലോ ധനമന്ത്രി പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അത് യഥാർത്ഥത്തിൽ ഈ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണം. അങ്ങനെ കരുതുന്നുണ്ടോ സിബി ജോസഫ്? കമ്പനിയെ സഹായിക്കാന്ന് വെച്ചാൽ കമ്പനിയുടെ ചെയർമാനും ആ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു രീതിയിലും നമ്മൾ വീടുകളിൽ എത്ര സ്ട്രെസ് കൊടുത്താലും ജോലികളിൽ നിന്നുള്ള ആ പരമാവധി സ്ട്രെസ് വരുവാണെങ്കിൽ അതിനെ നമുക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല. നമ്മൾ വീടുകളിൽ ഏതൊക്കെ രീതിയിൽ ദൈവികമായിട്ടും അല്ലാതെ നമുക്ക് ഉള്ള ഇത് പരിശീലനം വീടുകളിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. പക്ഷെ അത് ഇതിനേക്കാളും അപ്പുറമാണ് നമ്മളെ ഈ ജോലി സ്ഥലത്തു നിന്നുള്ള സ്ട്രെസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ താങ്ങാനായിട്ട് പറ്റുമൊന്നുമില്ല. ഈ വീടുകളിൽ നിന്നുള്ള ആ ഒരു പരിശീലനം കൊണ്ടോ പള്ളികളിൽ നിന്നുള്ള പരിശീലനം കൊണ്ടോ ദൈവത്തിൽ കൂടുതലായിട്ട് അടുപ്പിച്ചുകൊണ്ടോ അത് തോന്നുന്നില്ല അത് താങ്ങാൻ പറ്റുമെന്ന്. മാത്രമല്ല അന്ന ദൈവവിശ്വാസിയായിരുന്നു. അന്ന CA പോലൊരു പരീക്ഷ മികച്ച നിലയിൽ പാസ്സായതാണ്. റാങ്കോടുകൂടി ഉന്നത മാർക്കോടുകൂടിയാണ് എല്ലാ പഠനവും പൂർത്തിയാക്കിയത്. സമ്മർദ്ദത്തെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷി അന്നയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അന്നയുടെ ശരീരമാണ് തളർന്നുപോയത്. അതെ, അന്ന ഈ എല്ലാ ക്ലാസ്സുകളിലും അവൾ ഒന്നാമതായിട്ടാണ് ജയിച്ചത്. അതുകൂടാതെ ഞങ്ങളുടെ പള്ളികളിലും ഉണ്ട് സൺഡേ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സൺഡേ ക്ലാസ്സുകളിലും അവൾ സൺഡേ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് കൂടാതെ നമുക്ക് മറ്റ് ആക്ടിവിറ്റികളുണ്ട്. പള്ളികളിൽ തന്നെ മറ്റ് ആക്ടിവിറ്റികളുണ്ട്. പള്ളിയിലെ കൊയർ ടീമിലുണ്ടായിരുന്നു അവൾ. അത് പള്ളികളിലും മറ്റുള്ള ഇവരുമായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട്. ഇതിലെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് അവൾ ഇരുന്നത്. അങ്ങനെയാണ് ഇവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത്. ആ രീതിയിലുള്ള ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ടാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ 2 മക്കളെയും ആ രീതിയിൽ തന്നെ കോൺഫിഡൻസ് കിട്ടത്തക്ക രീതിയിലാണ് വളർത്തിക്കൊണ്ട് വന്നത്. 2 പിള്ളേരും പള്ളികളിലെ ആക്ടിവിറ്റികളിൽ വളരെ സജീവമായിരുന്നു. അതുകൂടാതെ സ്കൂളുകളിലും ജസ്റ്റ് പഠിത്തം മാത്രമല്ല എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുമായിരുന്നു. അവളാണെങ്കിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ ടീമിലുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഔട്ടിങ്ങിന് പോകുമ്പോൾ കയാക്കിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. സ്കൂളിലെ തന്നെ മറ്റ് ആക്ടിവിറ്റികളിലെല്ലാം വളരെ ആക്റ്റീവായിട്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. അതിലൊക്കെ വളരെ ഒരു
കോൺഫിഡൻസോടുകൂടി തന്നെയാണ് അവൾ പങ്കെടുത്തിരിക്കുന്നത്. സിബി ജോസഫ്, ഒന്നുകിൽ ധനമന്ത്രി ഇക്കാര്യങ്ങൾ അറിയാതെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അതിനെ ലഘൂകരിച്ച് കണ്ടു മറുപടി പറഞ്ഞു. അതല്ലെങ്കിൽ ഈ മന്ത്രിയുടെ മറുപടി ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഈ കമ്പനിയെ സഹായിക്കാനാണ്. സിബി ജോസഫ് ഇതിൽ ഏതിലാണ് വിശ്വസിക്കുന്നത്? അതിനെക്കുറിച്ച് ഞാൻ എൻ്റേതായിട്ടുള്ള, അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രസ്താവന കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം മന്ത്രിയുടെ രീതിയിലുള്ള ഒരു പ്രസ്താവന കൊടുക്കുന്നു. ഞാൻ പക്ഷെ പറയുന്നത്, ഞാൻ ആ രീതിയിലല്ല ആ രീതിയിലല്ല നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടത്. വീടുകളിലുള്ള ട്രെയിനിങ് കൊണ്ട് മാത്രം സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഇത് കഴിവ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റ് ആക്ടിവിറ്റികളും എല്ലാ ആക്ടിവിറ്റികളും കൂടി ചേർന്നിട്ടുള്ള ഇത് മാത്രമേ കിട്ടുള്ളൂ. അതായത് വേണ്ടത് ഈ കോർപ്പറേറ്റ് കമ്പനികളെ നിയന്ത്രിക്കലാണ്. അന്നയുടെ അമ്മ എഴുതിയതുപോലെ മറ്റുള്ള ഒരന്നമാർക്കും ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ വരാത്ത വിധം തൊഴിൽ സമയങ്ങൾ നിജപ്പെടുത്തിയും അവരുടെ റിക്രിയേഷൻ കൂടുതൽ ഉറപ്പാക്കുകയും ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തൊഴിൽ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ മന്ത്രി ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയല്ലേ സിബി ജോസഫ്? അതെ, അതാണ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഇത് ചെയ്താലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് തൊഴിൽ നിയമങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും സ്ട്രിക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നില്ല. ആ നിയമങ്ങൾ ഈ കമ്പനികൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടുള്ള ഒരു ഏജൻസികളുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ എന്തുമാത്രം പ്രാവർത്തികമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അത് അങ്ങനെ ഒരു മോണിറ്ററിങ് നടക്കുന്നില്ല ഇപ്പം. കാരണം ശരിക്കും ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ആ ഗവൺമെൻറ് തന്നെ കൺട്രോൾ ചെയ്യാതെ മറ്റ് കാര്യങ്ങളിലേക്കാണ് അവർ കൂടുതൽ, ഇങ്ങനെയുള്ള പ്രസ്താവനകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തിപരമായി സിബിയെയും അമ്മയും ഒക്കെ വേദനിപ്പിച്ചോ സിബി ജോസഫ്? അതെ, ഞങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രസ്താവന കേട്ടിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ വീടുകളിൽ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്കത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ടും പറ്റുന്നില്ല. അത് എങ്ങനെ വീടുകളിൽ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാ മാതാപിതാക്കളും അങ്ങനെയായിരിക്കും. പിള്ളേരെ വളർത്തിക്കൊണ്ടുവന്ന് എങ്ങനെയായിരിക്കും അവരുടെ എല്ലാ കഴിവും വികസിപ്പിക്കുക, അവർക്ക് ആത്മവിശ്വാസം ചെറുപ്പത്തിലെ മുതൽ കൊടുത്തുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഇനിയിപ്പം ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞത് ഏത് രീതിയിലാണ് മാനേജ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അതും കൂടി ഒന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഒന്ന് വിശദീകരിച്ച് തരട്ടെ.